അതായത് ഞാൻ അത്ഭുതപ്പെടുന്നു. കാരണം എന്താ അറിയാമോ, ഞങ്ങൾ ഇന്ത്യയെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന സുഖം എന്ന് പറയുന്നത് ഭരണം കാക്കുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അത് ആളുകളെ വേട്ടയായാലും പള്ളികൾ പൊളിക്കുന്ന കാര്യത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്ന ഇന്ത്യയിലായിരുന്നു. സമ്മതിക്കുന്നു നമ്മൾ. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പലപ്പോഴും പല കാലത്ത് പോയിട്ട്, അറബ് ലോകത്ത് പോയിട്ട്, ഗൾഫിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതും അഭിമാനത്തോട് ജീവിക്കുന്നതും ഇന്ത്യയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി? എന്തിനു വേണ്ടിയാ മുസ്ലിങ്ങളെ വേട്ടയാടുന്നത്? അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം, ബോംബെറിഞ്ഞവരെ ശിക്ഷിക്കണം, പോക്കെടുത്തവരെ ശിക്ഷിക്കണം. നിരപരാധികളായ ആളുകളെ ബീഫ് കഴിച്ചതിന്റെ പേരിൽ, നമസ്കരിക്കുന്നതിന്റെ പേരിൽ, നമസ്കാരത്തിന്റെ പേരിൽ, പള്ളിയിൽ പോയതിന്റെ പേരിൽ ആക്രമിച്ചതല്ലേ? ആരാണവർ അതിന് പിന്നിൽ? അത് ഹിന്ദു സമൂഹമല്ല, ഹിന്ദുത്വവാദം നടത്തുന്ന അതിവർഗീയ തീവ്രവാദികളായ ഹൈന്ദവ സഹോദരങ്ങൾ. അവരെ ചോദ്യം ചെയ്തിട്ടോ നിങ്ങൾ? ഇവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, വസ്തുതയായി എഴുതണം. നമുക്ക് ഓരോ കാര്യം വിഷയം ഞാൻ സംവാദത്തിൽ തയ്യാറാണ് പരസ്യമായിട്ട് തന്നെ. ഞാൻ പറയുന്നു, ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പോൾ 95% ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിങ്ങൾക്കൊപ്പമാണ് ഇന്ത്യയിൽ. വിശ്വാസം ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തെ. ശരി, ശ്രീ CM വാണിമേൽ, അങ്ങ് പറയുന്നത് വലിയ ന്യൂനപക്ഷ വേട്ട ഇവിടെ നടക്കുന്നു, ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിന് ജീവിക്കാൻ നിവൃത്തിയില്ല. ശ്രീമതി നുസ്രത്ത് ജഹാൻ, അങ്ങനെയാണോ ഇവിടുത്തെ മുസ്ലിം മത ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ? അവരെ നെറേറ്റീവിലാണല്ലോ, അവരെയും കോൺഗ്രസ് പാർട്ടിന്റെയും നെറേറ്റീവ് ഇവിടെ നടക്കാതെ പോയ കഴിഞ്ഞ 10 വർഷത്തിന് വേണ്ടിയിട്ട് അവര് ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ തെറി വിളിക്കുന്ന അമിത്ഷാ, മോഡി, ഇവിടെ NIA, CRC, CA, NRC പിന്നെ നടപ്പാക്കിയത്. കാരണം അതിനുശേഷമാണ് താലിബാൻ പിടിച്ചടക്കണ എന്നാണ്. അന്ന് നുഴഞ്ഞുകയറ്റം ഉണ്ടാവുന്ന നോക്കിക്കാണാനുള്ള കഴിവ് ഇവിടുത്തെ സംഘികൾക്ക് ഉണ്ടായി. തീർച്ചയാണ് നിങ്ങൾ സംഘികൾ വിളിക്കണവര്, നിങ്ങൾ വിചാരിക്കണ മുസ്ലിങ്ങൾക്കെതിരാണ്. രാജ്യത്തെ സംരക്ഷിക്കണവരെ അതിന് പറഞ്ഞാൽ അവരും സംഖ്യയായി. ഈ ഒരു നെറേറ്റീവും അവരെ അടിച്ചേൽപ്പിക്കുക. എന്തെങ്കിലും ഒന്ന് രാജ്യത്തിന് വേണ്ടി സംസാരിച്ചാൽ എപ്പോഴും ചോദിക്കണം. ഇപ്പൊ നിങ്ങള് ഈ CA, NRC വന്ന സമയത്ത് എത്ര ജാഥകൾ, നിങ്ങൾ എത്ര പണം ചെലവാക്കി. ഷൈൻബാഗ് എന്ന് പറഞ്ഞ ഒരു ഇതന്നെ ബീച്ചിൽ സ്ഥാപിച്ച് അവിടെ വെച്ച് നിങ്ങൾ പെണ്ണുങ്ങളെയും കുട്ടികളെയും പുറത്തിറക്കി. മൗദൂദികളായിരുന്നില്ലേ നിങ്ങളെ കൂട്ട്? മൗദൂദികൾ തന്നെയാണ്, പറഞ്ഞിട്ട് മുഖമുണ്ട്. അല്ലാത്ത വേറെ ആരും ആയിരുന്നില്ല. മൗദൂദികളും വഹാബികളും ഉണ്ടായിരുന്നു. അത് നുഴഞ്ഞുകയറ്റം വന്നതോട് കൂടി തന്നെയാണ് അന്ന് നിങ്ങള് പള്ളികളിൽ നിന്ന് ഇറങ്ങുമ്പോ 2 കൂട്ടരും ഒന്നിച്ചേരുത്. കണ്ടാ സലാം പറയാത്ത അന്ന് നിങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ ഭരണകൂടത്തിന്റെ എതിരെ മുദ്രാവാക്യം വിളിച്ചത്. ഒരു മുസ്ലിമിനെ ഇവിടുന്ന് നാട് കടത്തിയ CVM പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കാം. ഒരാളെ അമിത്ഷാ പറഞ്ഞതിന് ശേഷം അന്നും ഞാൻ പറയണ്ടായിരുന്നു അന്ന് ഏതെങ്കിലും ഒരാളെ. പക്ഷെ പറ്റിയില്ല. ഇവരെ മുമ്പിൽ മുഴുവനും ഈ നെറേറ്റീവ് ഉണ്ടാക്കി എല്ലാ പാവപ്പെട്ട പെണ്ണുങ്ങളെയും മറ്റൊരു കുട്ടികളെയും ഒരു വോട്ട് പിടിക്കുക. അതൊക്കെ അവർ ജയിക്കുകയും ചെയ്തു. ഒരു വിധമൊത്തിലൊക്കെ അവർക്ക് മോദിനെ ഇതാക്കാൻ പറ്റി. പക്ഷേ ഒരു കാര്യം പറയാ, പക്ഷെ ഭാരതത്തിന്റെ ആശയം എല്ലാരിലും അഖണ്ഡ ഭാരതം, ഈ ഭാരതം എങ്ങനെ മുറിഞ്ഞു പോയി എന്നുള്ളതിന് മുസ്ലിം ലീഗ് ഇപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങൾ 75 കൊല്ലം പാർട്ടി ഇത്രയായി. നിങ്ങളെ പാർട്ടി തന്നെയാണ് ഉത്തരവാദി ഭാരതം പാകിസ്ഥാന് മുറിച്ചു കൊടുത്തത്. പാകിസ്ഥാൻ ഫുട്ബോൾ കാണുമ്പോ പാകിസ്ഥാൻ ഫുട്ബോളർക്കും ക്രിക്കറ്റിന് വേണ്ടി കൈയടിക്കണ മുസ്ലിം ലീഗുകാരല്ലേ നിങ്ങള്? അപ്പൊ പച്ചക്കൊടിയും പാകിസ്ഥാൻ കൊടിയും ഇതാക്കൂ. ഇപ്പൊ പ്രിയങ്ക ഗാന്ധിനെ ഇപ്പൊ ഇന്നലെ പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞു, വർഗീയത കൊണ്ട് തന്നെയാണ് രാഹുൽ ഇവരെ ഇന്ത്യ സഖ്യം ജയിച്ച് മുന്നേറുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്ക് സത്യം ഉള്ള ആൾക്കാർ വന്ന് സത്യം പറഞ്ഞു പോവും അറിയാതെ. അപ്പൊ എന്താണ്ടായേ? ഇവര് പേടിച്ച്. കഴിഞ്ഞ പ്രാവശ്യത്തേല് കൊടി കണ്ടപ്പോ, പച്ചക്കൊടി കണ്ടപ്പോ പേടിച്ച് ബലൂണും PP ആയിട്ട് ഇവര് പോയി അതിന് വേണ്ടിയിട്ട്. കാരണം ഇവരെ ഈ നെഹ്റു കുടുംബത്തിന്റെ തലയിലേക്ക് വെച്ചാൽ മാത്രമേ ഉള്ളൂ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മണ്ണ് വാരി എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളോട് സഹായം വാങ്ങും ഒരു കയ്യില്, അപ്പുറത്തുനിന്ന് ഇത് അടിച്ചു പോകുമ്പോ ഇവർക്ക് കൂട്ടായി എക്കാലത്ത് നിന്നത് അവരാ. അല്ലാത്തവരെ സർവർക്കർ, മറ്റൊരു ഹെഗ്ഡേ വാർന്നും പറഞ്ഞിട്ട് ഇവര് അങ്ങോട്ട് മുദ്ര കുത്തും. ഇവര് മാത്രം സ്വർഗത്തിൽ പോണ ആൾക്കാര്, വേറെ ആരുമില്ല. ഇന്ത്യയും കൂടി സ്വർഗമായി കഴിഞ്ഞാല് പിന്നെ എല്ലാം ക്ലീനായി. ഇനിയിപ്പോ 4 ഭാഗത്തുള്ളതെല്ലാം ചുറ്റിലായല്ലോ. ഇനി ബംഗ്ലാദേശ് പോയി അവിടുന്ന് കടന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് CRC NA കൊണ്ടുവന്ന്. ഇനിയെങ്കിലും മുസ്ലിം ലീഗ് ഒന്ന് പറഞ്ഞു കൊടുക്കൂല. കാരണം മൗദൂദിനെ കൂടി എവിടെ? മൗദൂദിന്റെ കൂടെ കൂടിയല്ലാതെ ഇവർക്ക് എവിടത്തെ പെണ്ണുങ്ങളെ, പർദ്ദട്ട പെണ്ണുങ്ങളെ ജാഥക്ക് പോയാൽ കിട്ടി. ഞാൻ കണ്ടതാ, ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ. ഞാൻ പറയണേ എന്നും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ഇത് വന്നു
മാക്സവൻ വന്നു, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ നേതാക്കന്മാരല്ലേ പോയേ? അവര് തുടങ്ങിയല്ലേ? എങ്ങനെ നിങ്ങൾ ജമാഅത്തുകാർ ചെയ്യണ എക്സസൈസിൽ 4 മണിക്ക് എണീറ്റ് നിങ്ങളെ പെണ്ണുങ്ങളെയൊക്കെ കൂട്ടിയിട്ട് പോകും? നിങ്ങളൊക്കെ ഹറാമായിരുന്നില്ലേ ജിമ്മ്? ഒരു മറട്ട് എന്ന് പറഞ്ഞു. ഇന്നൊരു ഉസ്താദ് പറയുന്നേട്ടോ ഒരു മറട്ടിട്ടുണ്ടായിരുന്നു. അതാ ഇപ്പൊ അവര് പറയുന്നത്. മറട്ട് അല്ലെങ്കിൽ തിരിഞ്ഞു നിന്ന് ഇങ്ങോട്ട് നിന്ന് എക്സസൈസ് ചെയ്ത് ഇപ്പൊ ഇവർക്ക് എല്ലാം പറ്റൂ. അപ്പൊ അവരെ കൂടെ ഇപ്പൊ എല്ലാരും ഉള്ളു കൂടെ ഒന്നിച്ചനെയാണ്. ആക്രമിക്കപ്പെടുന്നത് നമ്മളെ പോലെയുള്ളവരാ. രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും സംസാരിച്ച് നമ്മളെ മണ്ണ് നമുക്ക് ഇവിടെ തന്നെയാണ് സ്വർഗം. ഇവിടെ സ്വർഗം ഉണ്ടായിട്ട് മാത്രം മതി, ബാക്കിയല്ല. ഇവരൊന്നും നമുക്ക് സ്വർഗം ഉണ്ടാക്കാനും ഹിന്ദുവിന്റെ കൂടെയാണ് അല്ലെ അമ്പലം പൊളിച്ച് അവിടെ ആക്രമിക്കപ്പെട്ട് അതിന് കണക്കില്ല. ഗുജറാത്ത് കലാപം പറയും. ഗുജറാത്ത് കലാപം പറയുമ്പോ സന്യാസിമാരെ ചുട്ടുകൊന്ന് എന്താ പറയാത്തത്? മാറാട് വിഷയങ്ങൾ എന്താ പറയാത്തത്? മാറാട് വിഷയത്തിലെ യഥാർത്ഥ പ്രതികളെ ഇന്ന് വരെ കേസ് ഫയലിൽ ചേർത്തിട്ടുണ്ടോ എന്ന് CBM പറയും. മനസ്സ് തൊട്ട് പറയും. ഹൃദയത്ത് കൈവച്ച് നിങ്ങൾക്ക് സത്യം പറയാൻ പറ്റുമോ? മാറാട് കലാപത്തിന്റെ യഥാർത്ഥ പ്രതികളെ നിങ്ങൾ പുറത്തു കാണിച്ചിട്ടുണ്ട്. ഏതോ നിരപരാധികളല്ലേ വീടും വിട്ടുപോയിട്ട് അവിടെ ഇരിക്കുന്നത്. ഇന്നും ആ കടലോരം കണ്ണീര് ഒപ്പുമില്ലേ? ഹിന്ദു ഒന്നിച്ച് കണ്ണീരൊപ്പുകയാണ്. കോഴിക്കോട് കത്തിപ്പോവായിരുന്നു. സംഘപരിവാറിനെ നിങ്ങൾ എപ്പോഴും കുറ്റം പറയല്ലോ. സംഘപരിവാർ എന്നൊരു സംഘപരിവാർ ഉണ്ടായത് കൊണ്ടാണ് അന്ന് കോഴിക്കോട് ജില്ല കത്തിപ്പോവാണ്ടിരുന്നത് മാറാട് കലാപത്തില്. അതിനൊക്കെ സാക്ഷ്യം വഹിച്ച ഒരാളും കൂടി ഞാൻ കണ്ണിൽ കണ്ട. ഞാൻ ആ കാലത്തൊക്കെ കോഴിക്കോട് ഉണ്ട്. അപ്പൊ നമുക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചത് നന്നായിട്ട് അറിയാം. അന്ന് സംഘപരിവാറിന് എന്ത് വില കൊടുത്തു, അവിടെ എന്ത് കളിക്കായിരുന്നു. പക്ഷെ അവര് രാഷ്ട്രത്തെയും മണ്ണിനെയും സ്നേഹിച്ചവരായോണ്ടാ അവരെ ഒരു പ്രസംഗത്തിൽ ഒരു സ്ഥലത്തും ഒരു മുസ്ലിമിനെ കൊല്ലാൻ ഇവരെ പുറത്താക്കാനോ ഒന്നും ഒരു RSSന്റെ വലിയ നേതാക്കന്മാരും പറഞ്ഞില്ല. എല്ലാത്തിലും ഉണ്ടാവും പീക്കിളികൾ പോലത്തെ ആൾക്കാർ. അവര് പറയണേനൊന്നും ഇവർ ഉത്തരവാദിയല്ല. പിന്നെ RSS ഭരണം മോഹിച്ചാണെങ്കിൽ എത്ര RSSകാർ ഇവിടെ ഉണ്ട് എന്നറിയോ? ഡൽഹിയിലൊക്കെ എത്ര വലിയ വലിയ തലമുതിർന്ന RSSകാർ ഇന്ന് മന്ത്രിയാണോ ഗവർണറാണോ BJP എന്ന രാഷ്ട്രീയ പാർട്ടിന്നേ ഉള്ളൂ. അവർക്ക് അഹങ്കാരവും അഹന്തിയും ഒന്നുമില്ല. ഇന്ന സ്ഥാനത്ത് ഇരിക്കണം എന്നില്ല. അവർക്ക് രാഷ്ട്രത്തിന് വേണ്ടി അവരിപ്പോഴും സഞ്ചി കുത്തി നടക്കുന്നതേ ഉള്ളൂ. സമയം കൂടാണ്. ടെലിവിഷൻ ചർച്ചയിൽ പറയാൻ സമയം തരണം. ഹലോ പറയണേ, നിങ്ങളൊക്കെ ദൂരെ പറഞ്ഞല്ലോ, ഞാൻ കേട്ടേ ഉള്ളൂ. തീർച്ചയായും സമയം തരാം.